പ്രഗ്നൻസിയിൽ എങ്ങനെയാണ് കിടക്കേണ്ടത്? ലെഫ്റ്റ് സൈഡ് തന്നെ ചെരിഞ്ഞു കിടക്കണം എന്നുള്ള നിർബന്ധമാണോ? ഇതാണ് ഇപ്പൊ ഒരു പേഷ്യന്റിനെ വിളിച്ച് ചോദിച്ച ഒരു കാര്യം. ഞാൻ ഡോക്ടർ രേവതി, ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ്. സോ ഇതിന്റെ ഉത്തരം വളരെ സിമ്പിൾ ആണ്. ഏതൊരു ഹ്യൂമൻ ബീങ്ങിനും 9 months ലെഫ്റ്റ് സൈഡ് മാത്രം ചെരിഞ്ഞു കിടക്കാൻ സാധിക്കില്ല. സോ ചെരിഞ്ഞു കിടക്കുന്നത് ബെറ്റർ ആണ്. മലർന്നു കിടക്കുന്നതും ചെരിഞ്ഞു കിടക്കുന്നതും തമ്മിൽ കമ്പയർ ചെയ്യുവാണെങ്കിൽ ചെരിഞ്ഞു കിടക്കുന്നത് ഡെഫിനറ്റ്ലി ബെറ്റർ ആണ്. ലെഫ്റ്റ് ഓർ റൈറ്റ് എന്ന് ചോദിച്ചാല് ലെഫ്റ്റ് ഇസ് ബെറ്റർ. പക്ഷെ റൈറ്റ് പാടില്ല എന്നുള്ളതല്ല. റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ് ഇസ് ആബ്സല്യൂട്ട്ലി ഫൈൻ. രണ്ടാമത്തെ ട്രൈമസ്റ്റർ, മൂന്നാമത്തെ ട്രൈമസ്റ്ററിലാണ് പ്രത്യേകം നമ്മൾ പറയുന്നത് ചെരിഞ്ഞു കിടന്നോളൂന്ന്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ മലർന്നു കിടക്കാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി ലെഫ്റ്റ് ഓർ റൈറ്റ് ചെറിയും. സോ ഇതാണ് ബേസിക്. ഇത് ലെഫ്റ്റ് സൈഡ് എന്തുകൊണ്ടാണ് പറയുന്നത്? വീനസ് റിട്ടേൺ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സോ യൂട്രസിന് ഒരു സർക്കുലേഷൻ ബെറ്റർ ആയിരിക്കും, ബ്ലഡ് ഫ്ലോ ബെറ്റർ ആയിരിക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചെരിഞ്ഞ് കിടക്കാൻ പറയുന്നത്. അല്ലാതെ വേറെ കുഴപ്പങ്ങൾ ഉണ്ടാവും എന്നല്ല, റൈറ്റ് സൈഡ് ചെരിഞ്ഞ് കിടന്ന കുഴപ്പങ്ങൾ ഉണ്ടാവും എന്നല്ല.